ശ്രീഹരിം പരമാനന്തമുപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കരണം തം ഭജമ്യഹം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ബോധാനന്തം ച കല്യാണം ഫലാനന്തമാത്മജം സച്ചിദാനന്തമാത്മജം അച്യുതാനന്തഗുരും. അമൃതാത്മാക്കളെ, രാവിലെ ശിവമഹിമ്ന സ്തോത്രത്തെക്കുറിച്ചുള്ള ക്ലാസ് തുടങ്ങാനാണ് ആശ്രമത്തിൽ നിന്നുള്ള തീരുമാനമായി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നമുക്കതിലേക്ക് പ്രവേശിക്കുക. അതിനു മുമ്പ് 2-3 കാര്യങ്ങൾ പ്രത്യേകം ഓർക്കുന്നത് നല്ലതാണ്. ഒന്ന്, ഒരാശ്രമ സങ്കേതത്തിലാണ് നിങ്ങളെത്തിയിരിക്കുന്നത് എന്ന് പ്രത്യേകം ഓർക്കുക. കേരളത്തിൽ നിങ്ങൾ പല ആശ്രമങ്ങളിലും പോയിട്ടുണ്ടാവും. അപ്പോൾ അവ പോകുന്ന രീതിയിലാണ് ഈ ആശ്രമമെന്ന് ധരിക്കുമ്പോൾ നിങ്ങൾക്കും ആശ്രമ സങ്കേതത്തിലുള്ളവർക്കും മാനസികമായ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അത് വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സങ്കേതത്തിൽ ചിട്ടയായി വളർന്നു വന്നവർക്ക് ആ ചിട്ടകളിൽ നിന്നും അനുഷ്ഠാനങ്ങളിൽ നിന്നും പെട്ടെന്ന് മനസ്സിനെ മാറ്റാനാവില്ല. നിങ്ങൾ അറിവ് ആവശ്യമുള്ളവരാണെങ്കിൽ അതിനുവേണ്ടി നിങ്ങളുടെ മനസ്സിനെ മാറ്റിയെടുക്കുക. ഏതായാലും ചിട്ടയായ ഒരു ജീവിതക്രമത്തിൽ നിന്ന് മാത്രമേ ശാസ്ത്രം പഠിക്കാൻ പറ്റുള്ളൂ. സ്വതന്ത്രമായി പഠിക്കുന്ന ഒന്നാണ് ശാസ്ത്രമെന്ന് ധാരാളമായി ധരിച്ചു വശായവർ ഉണ്ടാവും. ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ഒന്നും നിയതമായും നിയന്ത്രിച്ചും പോകേണ്ടതല്ല. അതതിൻ്റെ സ്വച്ഛന്ത ഭൂമിയാണ്. അങ്ങനെ ശാസ്ത്രത്തെ സമീപിച്ച സമ്പ്രദായങ്ങളുണ്ട്. അവനവൻ്റെ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ഒക്കെ നല്ലപോലെ ബലത്തിൽ പിടിച്ചു നിർത്തിയിട്ട് വേണം ഇതെല്ലാം പഠിക്കാൻ. അങ്ങനെ സാമ്പ്രദായികമായി പഠിച്ചവരുണ്ട്. 2 കൂട്ടർക്കും അവരവരുടേതായ അവകാശവാദങ്ങളും പ്രയോജനങ്ങളുമുണ്ട്. അതുകൊണ്ട് അവയിൽ തർക്കിച്ച് നേരം കളയരുതേ എന്ന് മാത്രമാണ് എല്ലാവരോടും ഒരുപോലെ എനിക്കുള്ള അപേക്ഷ. ഏത് തലത്തിലായിരുന്നാലും ശാസ്ത്രം അതിൻ്റെ സാരഗർഭങ്ങളായ അംശങ്ങളെ ഉൾക്കൊള്ളുമെങ്കിൽ മനസ്സ് അതുവഴി ശാന്തമായി തീരും എന്നുള്ളത് ഒരു വഴിയാണ്. മനസ്സിനെ ശാന്തമാക്കി നിർത്തിയിട്ട് അത് പഠിച്ചാൽ കൂടുതൽ എളുപ്പമുണ്ടാകും എന്നുള്ളതും വഴിയാണ്. അതുകൊണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പഠിക്കാനാണ്, ശാസ്ത്രമറിയാനാണ് എത്തിയിരിക്കുന്നതെങ്കിൽ മനസ്സിനെ ശാന്തമാക്കി കൊണ്ടുപോകുവാൻ ഏറ്റവും എളുപ്പമുള്ളത് ഒരാശ്രമ സങ്കേതത്തിൽ അവിടുത്തെ ചിട്ട. ഓരോ ആശ്രമത്തിനും അതിൻ്റേതായ സാമ്പ്രദായിക ചിട്ടകളുണ്ടാവും. അവ വ്യത്യസ്തങ്ങളായിരിക്കും. ഒന്ന് ശീലിച്ച ആളായിരിക്കും വേറൊരു സ്ഥലത്തെത്തുന്നതെങ്കിൽ തങ്ങളുടെ ശീലങ്ങളിൽ നിന്ന് മാറാൻ പലപ്പോഴും തയ്യാറാവില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശീലിച്ചത് ശരിയല്ല എന്നുള്ളത് തെളിവാണ്. ഏത് സ്ഥലത്ത് ചെല്ലുമ്പോഴും ആ സ്ഥലത്ത് നിലനിൽക്കുന്ന നിയമങ്ങളും സമ്പ്രദായങ്ങളും ഭാഷകളും അവിടുത്തെ ദേശവാസനയ്ക്കും അവിടുത്തെ വ്യക്തികളുടെ വാസനയ്ക്കുമുള്ളതാണ്. അവയെല്ലാം സ്മൃതികളുടെ പട്ടികയിലാണ് പെടുത്തുന്നത്. ശ്രുതി അതിന് അതീതമായ ഒന്നാണ്. അതിലാരെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ അവർക്കൊന്നിനെയും വിരോധിക്കേണ്ടി വരില്ല. വ്യക്തിയുടെ വാസനകൾ വ്യത്യസ്തങ്ങളും ജന്മ ഉദ്ദേശ്യങ്ങൾ വ്യത്യസ്തങ്ങളും കർമ്മ പദ്ധതികൾ വ്യത്യസ്തങ്ങളുമാണ്. സ്വധർമ്മത്തിൽ മാത്രമേ ശ്രേയസ് നിഹിതമായിരിക്കൂ.
പരധർമ്മം എത്ര മനോഹരമായിരുന്നാലും അത് ഭയാവഹവുമാണ്. ഭയാവഹം എന്ന പദം ഭഗവാൻ വളരെ ആലോചിച്ച് ഉദ്ദേശിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. കാരണം അത് ജന്മജന്മാന്തരങ്ങൾക്ക് കാരണമാണ്. അതുകൊണ്ട് സ്വധർമ്മത്തെ വെടിയുകയുമരുത്, പരധർമ്മത്തെ ചെയ്യുകയുമരുത്. എന്നാൽ ചെല്ലുന്നിടത്ത് സഹിഷ്ണുതാപൂർവം ഏറ്റവും ഭംഗിയായി കാര്യങ്ങളെ ചെയ്യുവാൻ കഴിയുകയും വേണം. ഇതാണ് മനസ്സിൻ്റെ നില. നിങ്ങളിവിടെ എത്തി ഇതിൻ്റെ ചുറ്റുപാടുകൾ പഠിക്കാനും കാണാനുമൊക്കെയായി ഒരുങ്ങിയാൽ, അവിടെയുള്ള ആളുകളിൽ ഓരോരുത്തരെക്കുറിച്ച് പഠിക്കാൻ ഒരുങ്ങിയാൽ നിങ്ങൾ പഠിക്കുന്ന അത്രയും വാസനകളാണ്. അവ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അടുത്ത ജന്മത്തിനുള്ള ഉത്തേജനം നിങ്ങൾ ബീജത്തിൽ അങ്കുരിപ്പിച്ചു കഴിഞ്ഞു. ഇനി അവയെ കൂടുതൽ പഠിക്കും തോറും അതിനുള്ള കോശങ്ങൾ നിങ്ങൾക്ക് ശരിയായി വരികയായി. അതുകൊണ്ട് അന്യൻ്റെ വാസനകളെയല്ല പഠിക്കേണ്ടത്, ശാസ്ത്ര സത്യങ്ങളെയാണ് പഠിക്കേണ്ടത്. അത് പ്രത്യേകം സ്മരിക്കുക. ഒരാശ്രമ സങ്കേതമാണ്. അവിടുത്തെ ആചാര്യനാരാണോ അത് പ്രത്യക്ഷ ദൈവതമാണ്. മര്യാദാമസൃണമായി പെരുമാറുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുക. അവിടെയുള്ള ഭക്തജനങ്ങളെ ബഹുമാനപൂർവ്വം കാണുക. അല്പകാലസ്ഥിതമായ ഒരു ക്ലാസ്സിനെങ്കിലും നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കി നിർത്തുവാൻ കഴിയുന്നില്ല എങ്കിൽ നിങ്ങളുടെ യാത്രയും നിങ്ങൾ ചെലവാക്കിയ പണവും നിങ്ങളുടെ അധ്വാനവും വൃഥാവിലാണ്. ബാക്കി കാര്യങ്ങളൊന്നും പഠിക്കാതിരിക്കാൻ ശ്രമിക്കുക. വേണ്ടത് മാത്രം അറിയുക, വേണ്ടത് മാത്രം ഉൾക്കൊള്ളുക. ആശ്രമത്തിൻ്റെ പരിശുദ്ധി അതുപോലെ നിലനിർത്തുക. അവിടെയുള്ള ചിട്ടകളെല്ലാം അനുസരിക്കുക. സാമ്പ്രദായികങ്ങളായ സ്ഥാപനങ്ങളിൽ ചെല്ലുമ്പോൾ ബഹുമാന പുരസ്സരം പെരുമാറുക. അവിടെ കാണുന്ന പെരുമാറ്റങ്ങളെ ക്ലാസ്സിലിരുന്ന് കേൾക്കുന്നത് പോലും ചർച്ച ചെയ്യാതെ പുറത്തിരുന്ന് തമ്മിൽ ചർച്ച ചെയ്യാതിരിക്കുക. അതിൽ വിനോദം കണ്ടെത്താതിരിക്കുക. അതിൽ വിനോദം കണ്ടെത്താനാണെങ്കിൽ വീട്ടിലിരുന്ന് സീരിയലോ അതുമല്ലെങ്കിൽ വല്ല തമാശകൾ ഉൾക്കൊള്ളുന്ന കാര്യങ്ങളോ കണ്ടുകൊണ്ടിരുന്നാൽ മതിയായിരുന്നു. അത് കാണാൻ തളിപ്പറമ്പ് വരെ ഓടി വരേണ്ട കാര്യമില്ല. അതുകൊണ്ട് ആ ചിട്ടകളെ മനസ്സാ വരിക്കുക, മര്യാദാമസൃണമായിരിക്കുക. ക്ലാസ്സിലുള്ള കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്യുക. പരസ്പരം അവയ്ക്കായി ചുരുങ്ങിയ പക്ഷം എന്നെ കാണാൻ വരാതിരിക്കുകയെങ്കിലും ചെയ്യുക. എൻ്റെ മനസ്സ് അതിനു വേണ്ടി വിനിയോഗിക്കാൻ ഞാൻ ഒരുക്കമാവില്ല. രാവിലെ തന്നെ ആരോഗ്യമോ എന്നെ സമീപിച്ചു. അപ്പം വർത്തമാനം പറയുമ്പോഴും കാര്യങ്ങൾ ചെയ്യുമ്പോഴും കൃത്യമായി നിങ്ങൾ കേൾക്കാൻ ഉദ്ദേശിക്കുന്നതെന്ത് അത് മാത്രം കേൾക്കുക, അത് മാത്രം പഠിക്കുക. ഓരോ സ്ഥലത്തും അത് കൊണ്ടുപോകുന്ന ആളുകൾക്കാണ് അതിൻ്റെ ബുദ്ധിമുട്ടുകളും സങ്കല്പങ്ങളും തിരിച്ചറിയുക. അത് കർമ്മമാണ്. കർമ്മത്തിന് അതിന് നിയതമായ ചിട്ടയുണ്ട്. ആ ചിട്ടകളുണ്ടെന്ന് അത് കണ്ടു പഠിക്കുക. ഓരോ വ്യക്തിയുടെയും പ്രിയവും വാസനയും അനുസരിച്ചാണ് ആ ചിട്ട മാറുന്നത്. അതിന് നിയമങ്ങളും അനിവാര്യമാണ്. വാസനയ്ക്കിണങ്ങു മാറും. ആ നിയമങ്ങളെല്ലാം ലോകത്തെല്ലായിടത്തും വ്യത്യസ്തങ്ങളായുണ്ടാവും. അവയോട് പൊരുത്തപ്പെടുവാൻ വളരെ എളുപ്പമാണ്. അവയോട് പൊരുത്തപ്പെട്ടു എങ്കിൽ ശാസ്ത്രം ഓർക്കാൻ എളുപ്പമാണ്. അല്ലെങ്കിൽ ക്ലാസ്സിലിരിക്കുന്നത് വൃഥാവിലാവും. ഇത്രയും ഞാൻ ആമുഖമായി സൂചിപ്പിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ അത്രയും പറഞ്ഞത്. അതിൽ തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ, അകത്തുനിന്ന് ആരെങ്കിലും കേൾക്കുമ്പോൾ തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അവരോട് പുറത്തുനിന്ന് വന്നവർ രാവിലെ അവിടെ ഇവിടെയൊക്കെ ഇരുന്നപ്പോൾ പതുക്കെ സംഭാഷണങ്ങൾ ചെയ്യുന്നതിൻ്റെ ചില മാറ്റുലികൾ എൻ്റെ ചെവിയിലുണ്ട്. അത് ഞാൻ ചൂണ്ടിക്കാണിച്ചതിൽ അവർക്ക് ഞാൻ പറഞ്ഞത് ശരിയായില്ല എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അവരോടും നിരുപാധിക മാപ്പ് ചോദിക്കുന്നു. അതിന് വിഷമമൊന്നുമില്ല. അതുകൊണ്ട് ക്ലാസ് അതിൻ്റെ അഭംഗുരമായ നടത്തിപ്പിന് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ കഴിയട്ടെ. നന്നായിരിക്കട്ടെ. നമുക്ക് ശിവമഹിമനയിലേക്ക് പ്രവേശിക്കാം. കാരണം അനന്തമായ ശിവമഹിമാവാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതൊരു സ്തോത്രകൃതിയാണ്. ഇപ്പോൾ 2 പ്രാവശ്യമായി നമ്മൾ ഈ സങ്കേതത്തിൽ സ്തോത്രകൃതികൾ എടുക്കുന്നു. കഴിഞ്ഞ തവണ എടുത്തത് മഹിഷാസുരമർദിനി സ്തോത്രമാണ്. അത് തീർക്കാൻ കഴിഞ്ഞു. ഇത് തീരില്ല. ഒരു 3 ശ്ലോകം ഈ 3 ദിവസം കൊണ്ട് തീർത്തു തരാൻ കഴിയുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. അത്രയും തീർത്താൽ വളരെ കാര്യമായി. സ്പന്ദ വാർത്തികത്തെ ആസ്പദമാക്കിയാണ് ഈ ക്ലാസ്. അതുകൊണ്ട് ഇതിലെ ആശയങ്ങളൊന്നും എൻ്റേതല്ല. സ്പന്ദ വാർത്തിക കർത്താവായ ജയമംഗളാനന്ദയുടെയാണ്, മംഗളാനന്ദ സ്വാമികളുടെയാണ്. അദ്ദേഹം പിന്നീട് കാശികയിലുള്ള അദ്ദേഹത്തിൻ്റെ അത്യുജ്വലമായ അറിവ് കൊണ്ട്
കാശികാനന്ദജി എന്ന പേരിൽ പ്രസിദ്ധനായിട്ടുണ്ട്. ഇന്ന് ജീവിച്ചിരിക്കുന്ന ആളാണ്, ലോകോത്തരനാണ്. അദ്ദേഹത്തിൻ്റെ സ്പന്ദവാർത്തികത്തെ ആസ്പദമാക്കിയാണ് ശിവമഹിമ്ന നിങ്ങളെ പഠിപ്പിക്കുന്നത്. അതൊരു കാലത്ത് അദ്ദേഹത്തിൽ നിന്ന് കേൾക്കുവാനിടയായിട്ടുണ്ട്. ആ ഓർമ്മ വെച്ചുകൊണ്ട് അന്ന് കുറിച്ചു വെച്ച ചില ആശയങ്ങളെയും സങ്കേതങ്ങളെയും വെച്ചുകൊണ്ടാണ് ക്ലാസ് പോകുന്നത്. തെറ്റുവരാവുന്ന ആശയങ്ങൾ പൂർണ്ണമായും എൻ്റേതായിരിക്കും. അതിലെ ശരിവരുന്ന ആശയങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെയും ഗുരുപരമ്പരയുടെയും ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് ശിവമഹിമ സ്തോത്രത്തിലേക്ക് പ്രവേശിപ്പിക്കാം. ഹരി ഓം. ഗന്ധർവരാജനായ പുഷ്പദന്തൻ രചിച്ചാണ് ഈ സ്തോത്രം. സ്തോത്രകർത്താവ് ഗന്ധർവരാജനായ പുഷ്പദന്തനാണ്. ഈ സ്തോത്രം സ്മാർത്ത സമുദായത്തിൽ അത്യന്തം ആദരണീയമായ സ്തോത്രമാണ്. സ്മാർത്തത്തിൽ, സ്മൃതിയിൽ വളരെ ആദരണീയമായി കാണുന്ന ഒരു സ്തോത്രമാണ് ശിവമഹിമ്ന സ്തോത്രം. രുദ്രാഭിഷേകത്തിൽ രുദ്രപഞ്ചമാധ്യായത്തിൽ അതിൻ്റെ സ്ഥാനത്തും സ്വതന്ത്ര രൂപേണയും കൂടി ഇത് പ്രയോഗിക്കുന്നുണ്ട്. അഭിഷേകത്തിന് ഉപയോഗിക്കുന്ന മന്ത്രമായി രുദ്രമന്ത്രങ്ങളോടൊപ്പം രുദ്രപഞ്ചമാധ്യായത്തിൻ്റെ സ്ഥാനത്ത് സ്വതന്ത്രമായി വരെ ഉപയോഗിക്കുന്നതാണ് ഈ സ്തോത്രം. ഇതൊക്കെ ഈ സ്തോത്രത്തിൻ്റെ പ്രത്യേകതകളാണ്. അതുകൊണ്ട് വൈദികരുടെ ഇടയിൽ വളരെ പ്രാധാന്യമുള്ള സ്തോത്രമാണ്. ഇതിനെ വേദതുല്യം എന്നാണ് പണ്ഡിതമതം. വേദത്തിന് സമമായി ഈ സ്തോത്രത്തെ എണ്ണിപ്പോരുന്നുണ്ട്. ഭാരതം പഞ്ചമോ വേദ എന്ന പ്രസിദ്ധി പോലെ മഹിമ്ന സ്തോത്രം ദ്വിതീയ രുദ്രരൂപത്തിൽ പ്രസിദ്ധമാണ്. മറ്റൊരു രുദ്രമാണ് ശിവമഹിമ്ന എന്ന് പരക്കെ പ്രസിദ്ധിയുണ്ട്. ഒരു കാരണം ഇതിന് വിഷയഗാംഭീര്യമാണ്. ഇതിലെ വിഷയം വളരെ ഗാംഭീര്യമുള്ളതാണ്. രുദ്രാധ്യായത്തെ രുദ്രോപനിഷത്തെന്നും പറയാറുണ്ട്. രുദ്ര അധ്യായി പഠിക്കുമ്പോൾ അതിനെ രുദ്രോപനിഷത്ത് എന്ന് പറയാറുണ്ട്. അതിൽ സർവാത്മരൂപത്തിൽ ശിവവർണ്ണനം കാണാം. രുദ്രോപനിഷത്ത് ഏവം സ്തൗതി സർവാത്മകം ശിവം, നമസ്തേ രുദ്ര എന്നിത്യാദികളിൽ നമസ്കാര വചനമുള്ളതിനാൽ അത് സ്തുതിരൂപവുമാണ്. രുദ്രോപനിഷത്തും സ്തുതിരൂപമാണ്, ഭക്തിപൂർണവുമാണ്, അതീവ ഭക്തിപൂർണമാണ്. ഒപ്പം അദ്വൈത ശിവവർണ്ണനാത്മകവുമാണ്. സ്തുതി അദ്വൈത ശിവവർണ്ണാത്മക സ്തുതിയാണ്. മഹിമ്നയിലും പ്രണിഹിത മസ്യോസ്മി, നമോ നേദിഷ്ഠായ ഇത്യാദിയിൽ ഉക്താർത്ഥം കൊണ്ട് നമസ്കാര സഹിതമാണ്. അവിടെയും നമസ്കാരം കാണാം. ഭക്തിപൂർണവുമാണ്. അതുപോലെ പരമതത്വ വർണ്ണനാത്മകവുമാണ്. ദ്വിതീയ രുദ്രരൂപേണ പ്രസിദ്ധിയിൽ വിഷയഗാംഭീര്യം എത്ര സഹായകമോ അത്രയും കർത്തൃഗൗരവവുമാണ്. അതുകൊണ്ട് അല്പം പുഷ്പദന്തനെ കൂടെ സ്മരിക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. വേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് നോട്ട് ചെയ്തെടുക്കാം. പിന്നീട് ആവശ്യം വരുന്നുവെന്ന് തോന്നിയാൽ പേപ്പറും പേനയും ഉണ്ടെങ്കിൽ. അതുകൊണ്ട് പ്രസിദ്ധി പെറ്റ കർത്തൃത്വവും ഈ സ്തോത്രത്തിനുണ്ട്. പുഷ്പദന്തൻ എന്ന ഈ ഗന്ധർവനെ ശിവഗണങ്ങളിൽ ഒരാളായിട്ടാണ് മാനിക്കുന്നത്. കഥാസരിത്സാഗര രചയിതാവായ വ്യക്തിയുടെ അഭിപ്രായത്തിൽ കഥാസരിത്സാഗരമനുസരിച്ച് ഈ പുഷ്പദന്തൻ പാർവതീശാപം കൊണ്ട് വരരുചി അഥവാ കാത്യായനൻ ആയി എന്ന്, അങ്ങനെ ഭൂതലത്തിൽ ജനിച്ചു. ശിവഗണങ്ങളിൽ ഒരാളായ ഗന്ധർവൻ പുഷ്പദന്തൻ പാർവതീശാപമേറ്റ് വരരുചിയായി ജനിച്ചു. വരരുചി തന്നെ കാത്യായനൻ എന്ന് പ്രസിദ്ധി പെറ്റ ഒരു കഥയുണ്ട്.
മിത്തുകൾ ഭാവോജ്വലങ്ങളാണ്, അബോധ പ്രബോധന സമർത്ഥങ്ങളാണ്. അതുകൊണ്ട് ഈ സ്തോത്രത്തിൻ്റെ രചയിതാവിൻ്റെ പേരിൽ ഇങ്ങനെയൊരു കഥയുണ്ട്. വരരുചിയെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. പറച്ചിപെറ്റ പന്തിരുകുലം വരരുചിയിൽ നിന്നുണ്ടായതാണ്. ആ വരരുചി വിക്രമാദിത്യ സദസ്സിലെ പ്രസിദ്ധനായ കവിയുമായിരുന്നു. ധന്വന്തരി, ക്ഷപണകൻ, അമരസിംഹൻ, ശംഖു, വേതാളഭട്ടൻ, ഖടകർപ്പരൻ, വരാഹമിഹിരൻ, ഇവരെല്ലാം, കാളിദാസൻ, ഇവരെല്ലാം വിക്രമ രാജസദസ്സിലെ പ്രസിദ്ധി പെറ്റ നവരത്നങ്ങളായിരുന്നു. അവരിലൊരാളാണ് വരരുചി. ആ വരരുചിക്ക് അത് തന്നെയാണ് കാത്യായനൻ എന്ന് മറ്റൊരു ഇതുണ്ട്. കാത്യായനൻ അതാണെന്നുള്ള സങ്കല്പത്തിലാണ് പാണിനിയുമായുള്ള സംബന്ധം. പാണിനിയുടെ അഷ്ടാധ്യായിക്ക് വിശ്വവിശ്രുതമായ വാർത്തികം രചിച്ചത് കാത്യായനനാണ്. കാത്യായനനും പാണിനിയും ഒരുമിച്ച് പഠിച്ചിരുന്നുവെന്നും പഠിത്തത്തിൽ അല്പം പിന്നോക്കമായിരുന്ന പാണിനി തപസ്സിനായി പോയി എന്നും തപസ്സിൽ ശിവൻ്റെ രൂപം ദർശിച്ചുവെന്നും നൃത്താവസാനി നടരാജരാജു നനാദടക്കാം നവപഞ്ചവാരം ഉദ്വർത്ഥു കാമ സനകാദി സിദ്ധാൻ ഏതത് വിമർശി ശിവസൂത്രജാലം. അങ്ങനെ ശിവനിൽ നിന്ന് 14 മാഹേശ്വര സൂത്രങ്ങൾ അവതീർണമായി എന്നും ആ സൂത്രങ്ങളിൽ നിന്ന് പ്രസിദ്ധമായ ഭാഷാവ്യാകരണം പാണിനി രചിച്ചുവെന്നും ഒക്കെയാണ് കഥ. പിന്നീട് പാണിനിയോടുള്ള തപസ്സിനോടുള്ള ആദരവിൻ്റെ ഭാഗമായി സുഹൃത്തായ കാത്യായനൻ പാതഞ്ജലത്തിന് സുപ്രസിദ്ധമായ വാർത്തികം രചിച്ചുവെന്നാണ്. വാർത്തികകാരൻ കാത്യായനനാണ്. ആ കാത്യായനനും പാണിനിയും സതീർത്ഥ്യരായിരുന്നു എന്നുമാണ് കഥ. അദ്ദേഹമാണ് വരരുചി എന്നും കഥയുണ്ട്. ഹരിവംശപുരാണ പ്രകാരം പുഷ്പദന്തനെക്കുറിച്ച് നമുക്ക് കിട്ടുന്ന അറിവുകൾ, ഹരിവംശപുരാണ പ്രകാരം പുഷ്പദന്തനും പാണിനിയും ഒന്നാണെന്ന് വർണ്ണനമുണ്ട്. കാത്യായനനല്ല, പാണിനി തന്നെയാണ് പുഷ്പദന്തൻ. അന്യപുരാണങ്ങളിലും മഹാഭാരതത്തിലും അങ്ങനൊരു ചിന്തയുണ്ട്. പുരാണങ്ങളിലുണ്ട്, മഹാഭാരതത്തിലുണ്ട്. പുഷ്പദന്തൻ പാണിനി തന്നെയാണ്. അത് എങ്ങനെ ഇരുന്നാലും മഹർഷി വിശ്വാമിത്രൻ്റെ വംശത്തിൽ കതിയെന്നു പേരായ ഒരു ഋഷി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വംശജരെയാണ് കാത്യായനന്മാർ എന്ന് വിളിക്കുന്നത്. വംശപ്പേരാണ് കാത്യായനൻ. അനേകം കാത്യായനന്മാരുള്ളതുകൊണ്ട് കാത്യായന ഗണമെന്നും നാമമുണ്ട്. വംശപ്പേരിൽ അറിയപ്പെടുക പഴയ രീതിയാണ്. ഇന്ന് വംശങ്ങളില്ല, അതുകൊണ്ട് ദുഃഖങ്ങളുണ്ട്. വംശവും വംശമഹിമയും പുലർത്തുമ്പോൾ ദുഃഖങ്ങളില്ല. മനസ്സിലായില്ല? പിടികിട്ടിയില്ല? ഇത് പിടികിട്ടിയില്ല. അതൊക്കെ അറിഞ്ഞിരിക്കണം പഠിക്കുമ്പോൾ. ഒരുവൻ അവൻ്റെ വംശം വലിച്ചെറിയണമെങ്കിൽ അത് കോശങ്ങളിൽ നിന്ന് വേണം പോകാൻ. വംശപാരമ്പര്യത്തിൻ്റെ സൃഷ്ടിയാണ് ജീവൻ. അതിനെ സൃഷ്ടിച്ചത് വംശീയ ഗുണങ്ങളാണ്. ജനനം കൊണ്ടുള്ള ഉദ്ദേശം വംശഗരിമ സ്ഥാപിച്ചിട്ട് വേണം വംശത്തിൽ നിന്ന് മുക്തനാവാൻ. അതുകൊണ്ട് പാരമ്പര്യത്തിന് അടിസ്ഥാനം വളരെ കൂടുതലാണ്. വംശമഹിമയെ അതിൻ്റെ ഗരിമാവിലെത്തിച്ചിട്ട് വേണം സാർത്ഥകമായി ജന്മം വംശമോചനം നേടാൻ. അതാണ് ശാസ്ത്രങ്ങളിൽ പറയുക. ഇല്ലെങ്കിൽ
കോശങ്ങൾ സംഭ്രമത്തിലാവുകയും സംഘർഷമുണ്ടാവുകയും വിഷമിക്കുകയും ചെയ്യും. അതിന് അന്ധകരണത്തെ ശുദ്ധമാക്കുക എന്ന് പറയും. അത് നമുക്ക് പിന്നീട് ഇതിനകത്ത് തന്നെ കാണാം, സ്തോത്രം പഠിക്കുമ്പം. അതുകൊണ്ട് പഴയ സമ്പ്രദായങ്ങളിൽ ഗണങ്ങൾ, വംശങ്ങളുണ്ട്. ഒരു വംശത്തിൽ നിന്ന് നീങ്ങുമ്പോൾ ഏതു വംശത്തിലേക്ക് കാലെടുത്തു വയ്ക്കുന്നുവോ ഗോത്ര സംസ്കാരങ്ങളെ മുഴുവൻ പൂർത്തീകരിച്ചിട്ട് വേണം അതിലേക്ക് കാലെടുത്തു വെക്കാൻ. ഇല്ലാതെ വെച്ചാൽ വയ്ക്കുന്നവനും എവിടെ വയ്ക്കുന്നുവോ അവിടെയും സംഘർഷമുണ്ടാവും. അത് മാറ്റാൻ മറ്റാർക്കുമാവില്ല. സ്വവംശത്തോട് പ്രതിപത്തി പുലർത്തുകയും സ്വവംശ മഹിമാവിനെ ആദരിക്കുകയും ചെയ്യുന്നവന് മാത്രമേ അന്യനെ ആദരിക്കാനും കഴിയൂ. സ്വവംശ മഹിമാവില്ലാത്തവന് അന്യനെ ആദരിക്കാൻ കഴിയില്ല. ആദരവ് വരാതെ ഈശ്വരചിന്തയും വിശ്വാസവും ഉണ്ടാവില്ല. ഇതൊക്കെ അടിസ്ഥാന പ്രമാണമാണ്. അതുകൊണ്ട് കാത്യായന നാമം ഗൗണനാമമെന്ന് കരുതുക. അതിലൊരാളാണ് കാത്യായനായ പുഷ്പദന്തൻ എന്നെടുത്താൽ ഈ പ്രശ്നങ്ങൾക്കെല്ലാം, തർക്കങ്ങൾക്കും വഴക്കുകൾക്കും പരിഹാരമാണ്. കാത്യായന ഗണം ആസ്പദമാക്കി ശങ്കര സംബന്ധത്തിൽ ശങ്കരഗണത്തിലും പ്രസിദ്ധിയുണ്ട്. കഥാസരിത്സാഗരാധികാരന്മാർ ശങ്കരഗണത്തിൻ്റെ രൂപത്തിൽ വർണ്ണിച്ചിട്ട് ഉണ്ട് പുഷ്പദന്തനെ. വിശ്വാമിത്ര വംശജനായ കാത്യായനൻ ശ്രൗതസൂത്രവും ഗൃഹ്യസൂത്രവും പ്രതിഹാരസൂത്രവും രചിച്ചിട്ടുണ്ട്. ഇവയൊക്കെ ഇന്ന് വാങ്ങാൻ കിട്ടും, പഠിക്കേണ്ടതാണ്. ആ കാത്യായനൻ തന്നെയാണ് പുഷ്പദന്തൻ എന്നാണ് പ്രസിദ്ധി. കുറച്ച് മുന്നോട്ട് കയറിയിരുന്നു, അത് ചാരിയിരിക്കണ്ട, കുറച്ച് മുമ്പോട്ട് കയറി. അവിടെ എങ്ങിരുന്നു? ശുക്ല യജുർവേദത്തിൽ അതിൻ്റെ ആംഗിരസ ശാഖ, ആംഗിരസായന ശാഖ എന്ന് പറയും. ആ ആംഗിരസായന ശാഖയുടെ പ്രവർത്തകനും ഈ കാത്യായനൻ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ സ്ഥാനമായി, അദ്ദേഹം ജീവിച്ചിരുന്ന സ്ഥലമായി പറയപ്പെടുന്നത് വിന്ധ്യാചലം മുതൽ മഹാരാഷ്ട്ര വരെയുള്ള ഭൂപ്രദേശത്തെയാണ്. സ്കന്ദപുരാണത്തിൽ ഈ കാത്യായനനെ യാജ്ഞവൽക്യപുത്രനെന്ന് പറയുന്നുണ്ട്. ആ ആൾ തന്നെയാണ് ഈ പുഷ്പദന്തൻ എന്നാണ് ചില ആചാര്യന്മാരുടെ മതം. അതുകൊണ്ട് പറഞ്ഞതാണ്. ഒരു പുസ്തകം പഠിക്കുമ്പോൾ അതിൻ്റെ കർത്താവിനെ സ്മരിച്ചിട്ട് വേണം. അദ്ദേഹത്തിൽ നിന്നാണ് അതുണ്ടായത്. അതുകൊണ്ടാണ് ഇതൊക്കെ പറഞ്ഞു തരുന്നത്. പഠിച്ചാൽ പോരെ. പുതിയ സമ്പ്രദായത്തിൽ അപ്പം തിന്നാൽ മതി, കുഴി എണ്ണണ്ട എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അത് രോഗങ്ങളുണ്ടാക്കും. ഉണ്ടാക്കിയവൻ്റെ വിശുദ്ധി, അപ്പമുണ്ടാക്കിയ പാത്രം, അതിൽ അപ്പത്തിൻ്റെ മാവൊഴിക്കുമ്പോൾ അതിലെ പൊടിപടലങ്ങളോ അതിലെ അംശമോ അതിലെ മാരകങ്ങളായ അംശമോ കലർന്നിട്ടുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് തന്നെ കഴിക്കണം. നിങ്ങളിന്ന് പഠിക്കുന്നതും എളുപ്പത്തിൽ കേൾക്കാൻ ഇമ്പമുള്ളതുമായ കാര്യങ്ങൾക്ക് വിരുദ്ധമായിരിക്കും ഞാൻ പറയുന്നതെല്ലാം. അതെന്നും അങ്ങനെയാണ്. അതുകൊണ്ട് നിങ്ങളത് പ്രതീക്ഷിച്ച് തന്നെയായിരിക്കും വന്നിരിക്കുന്നത്. അത് നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ലെങ്കിൽ പുതിയ ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് അറിയണം. അപ്പം തിന്നുന്നതിന് മുമ്പ് കുഴി എണ്ണണം. പക്ഷെ എണ്ണുന്നത്
അതിൽ നിന്ന് വരാവുന്ന അപകടങ്ങളെ ഒഴിവാക്കാൻ മാത്രമായിരിക്കണം. കുഴിയെ അറിഞ്ഞറിഞ്ഞ് പോകരുത്, അതിൻ്റെ രസം നുകരാതെ. അതും പ്രത്യേകം ഓർക്കണം. കാരണം ഇത് ഏത് സമ്പ്രദായത്തിൽ നിന്നാവുന്നത്, ആ സമ്പ്രദായവുമായി പഠിക്കുന്നവൻ്റെയും പഠിപ്പിക്കുന്നവൻ്റെയും ബന്ധമെന്താണ്? സാമ്പ്രദായികങ്ങളായ വാതിലുകൾ തുറക്കുന്നതെല്ലാം അറിവിൻ്റെ കോശവാതിലുകൾ തുറക്കണമെങ്കിൽ അറിവിൻ്റെ സാമ്പ്രദായികത്വവുമായി ബന്ധമുണ്ടാവണം. എൻ്റെ പിതാവിൻ്റെ, എൻ്റെ മാതാവിൻ്റെ, എൻ്റെ പിതാമഹൻ്റെ, എൻ്റെ മാതാമഹൻ്റെ ഒക്കെ അനുമതിയില്ലാതെ എൻ്റെ കോശങ്ങളുടെ വാതായനങ്ങൾ തുറക്കില്ല. കാരണം അതിൻ്റെ കൺട്രോള് എനിക്ക് തന്നിട്ടില്ല. കൺട്രോള് വംശപാരമ്പര്യത്തിനാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ വംശപാരമ്പര്യത്തിന് ഉതകുന്ന അറിവുകളുമായാണോ ചെന്ന് നിൽക്കുന്നത് എന്ന് തിരിച്ചറിയാനുള്ള വിശ്വവിശ്രുതമായ സംവിധാനം അതിൽ സ്വയമേവ പ്രവർത്തനനിരതമാണ്. അതിനു അനുഗുണമാകുന്നവ പ്രവേശിക്കുവാൻ ആ വാതിൽ തുറക്കും. അല്ലാത്ത അറിവുകളോട് നമുക്ക് എത്ര പ്രിയം തോന്നിയാലും തുറക്കണമെങ്കിൽ ആദ്യം അതിനെ സാമ്പ്രദായിക മര്യാദയുടെ രംഗവേദികളിൽ അനുനയപൂർവം യോജിപ്പിച്ച് അതിനെ പ്രതിബദ്ധതയുള്ളതാക്കി തീർത്തിട്ട് മാത്രമേ മുമ്പിൽ നിർത്താവൂ. അല്ലാത്തവയാണ് സംഘർഷങ്ങളും ദുഃഖങ്ങളും പ്രശ്നങ്ങളും സംജാതമാക്കുന്നത്. മനസ്സിലായോ എന്നറിയില്ല. അതുകൊണ്ട് പഠിക്കുന്നവയുടെ സമ്പ്രദായം തിരിച്ചറിയണം. അവയുമായുള്ള നമ്മുടെ ബന്ധബാന്ധവങ്ങളുടെ സമ്പ്രദായം അറിയണം. അവയെ സമുജ്വലമായി സംയോജിപ്പിക്കണം. എങ്കിലേ പറ്റൂ. ഈ കാത്യായനൻ യാജ്ഞവൽക്യപുത്രനാണ് എന്ന് പരക്കെ പ്രസിദ്ധിയുണ്ട്. എന്നാൽ യാജ്ഞവൽക്യൻ്റെ ഒരു പത്നി കാത്യായനി, അത് ഗോത്രനാമമാണ്. സഗോത്ര വിവാഹമില്ലാത്തതിനാൽ ഈ ചിന്ത തെറ്റിപ്പോകും എന്നും ആചാര്യന്മാർക്ക് മതമുണ്ട്. അസഗോത്രയെയും അസപിണ്ടയെയുമേ അന്ന് വിവാഹത്തിന് സമ്മതിക്കൂ, സ്മൃതി അനുസരിച്ച്. സഗോത്രയും സപിണ്ടയുമായവൾ വിവാഹയോഗ്യല്ല. കാത്യായന ഗോത്രത്തിൽ പിറന്ന യാജ്ഞവൽക്യന് കാത്യായന ഗോത്രത്തിൽ നിന്നൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഗോത്രനാമമാകയാൽ അത് ശങ്കാസ്പദമാണ് എന്നും അഭിപ്രായമുണ്ട്. അതിനും സമാധാനം ആചാര്യന്മാർ പറയുന്നുണ്ട്. സമാധാനം ഉണ്ടായാൽ മാത്രമേ നമുക്ക് അകത്തോട്ട് കയറാൻ പറ്റൂ. അതിനാണ്. കാരണം ഗോത്ര സംസ്കൃതികളെ നിഷേധിച്ചവൻ്റെ അറിവുകൾ തെറ്റാണെന്ന് തന്നെയാണ് ശാസ്ത്രപാഠം. അതല്ല എന്നറിയണം. കാത്യായനസ്യ സ്ത്രീ കാത്യായനി എന്നർത്ഥമെടുത്ത് നോക്കിയാൽ അത് ശരിയാണ് രണ്ടും. യാജ്ഞവൽക്യൻ കാത്യായന ഗോത്രമാകയാൽ ആ കാത്യായനൻ്റെ സ്ത്രീ കാത്യായനി, അങ്ങനെ വന്ന ഗൗണനാമം കൂടുതൽ അടുപ്പമുള്ളത് കൊണ്ട് വന്നതാണെങ്കിൽ അത് സംഭവമാണ്. യാജ്ഞവൽക്യൻ കാത്യായന ഗോത്രക്കാരനായതുകൊണ്ട് അങ്ങനെ എടുക്കാം. അഥവാ കാത്യായനിയുടെ പിതൃവംശീയന് പുത്രരൂപേണ സ്വീകരിച്ചാൽ, കാത്യായനിയുടെ പിതൃവംശീയന് പുത്രരൂപേണ സ്വീകരിച്ചതുകൊണ്ട് കാത്യായനൻ യാജ്ഞവൽക്യപുത്രനാവാം. ഈ രണ്ട് തരത്തിലും ശരിയാണ്. ചിലർ ശ്രൗതസൂത്ര രചയിതാവായ കാത്യായനനും വാർത്തികകാരനായ കാത്യായനനും രണ്ടാണ് എന്ന് പറയുന്നുണ്ട്. വാർത്തികകാരനായ കാത്യായനൻ
സോമദത്തപുത്രനായ വരരുചി കാത്യായനനാണ്. വരരുചി വിക്രമാദിത്യ സദസ്സിലെ പണ്ഡിതനാണ് എന്ന് പലരും മാനിക്കുന്നു. ഈ മതങ്ങളുടെ സമർത്ഥനവും വിരോധവും നമുക്കുപയോഗിയല്ലാത്തതിനാൽ ഞാൻ വിടുന്നു, അതിലേക്ക് പോകുന്നില്ല. അത് പിന്നീട് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് പഠിക്കാനൊരു സൂചന തന്നു എന്ന് മാത്രം, എപ്പോഴെങ്കിലും വേണ്ടി വന്നാൽ. അപ്പോൾ കാത്യായനൻ്റെ കാര്യത്തിൽ ശങ്ക ആവശ്യമില്ല. പിന്നീട് അതേ ഗോത്രത്തിൽ മറ്റൊരു കാത്യായനൻ വരരുചി ഉണ്ടാവുകയും വാർത്തികം രചിക്കുകയും സംഭവമാകാം. പുഷ്പദന്തൻ്റെ ജന്മസ്ഥാനത്തെക്കുറിച്ചും മതഭേദമുണ്ട്. വാർത്തികകാരൻ കാത്യായനൻ മഹാഭാഷ്യത്തിൽ പ്രിയതദ്വിദാഹി ദക്ഷിണാത്യാഹ എന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ ദക്ഷിണാത്യനെന്ന് കരുതുന്നു, ദക്ഷിണേന്ത്യക്കാരനാണെന്ന്. അതുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ കുറച്ചുകൂടെ താല്പര്യമുണ്ടാകാവുന്ന കൃതിയാണ്. പഠിച്ചാൽ നിങ്ങളുടെ സ്വപ്നങ്ങളും സങ്കല്പങ്ങളും ഭാഷയിൽ ആ കൃതിയിലുണ്ട്. ഏതൊരു ദേശത്തിൻ്റെ സംസ്കൃതി ഏതൊരു കൃതിയിൽ ഉറങ്ങുന്നുവോ അവർ പഠിച്ചാൽ പെട്ടെന്ന് അനുഭവമാകുന്നതാണ്. പ്രാദേശിക രൂപവും പഠനത്തിലുണ്ട്. പക്ഷെ ഇത് ഏറ്റവും കൂടുതൽ പഠിക്കുന്നതും നിത്യം ജപിക്കുന്നതും ഉത്തരേന്ത്യയിലാണ്. അവിടെ അത്താഴമുണ്ണുന്നതിന് മുമ്പ് ശിവമഹിംന ജപിച്ചിരിക്കും പല സ്ഥലങ്ങളിലും. വൈകുന്നേരത്തെ സന്ധ്യാവന്ദനത്തിൽ നിർബന്ധമായും ജപിച്ചിരിക്കും കുറേ ആളുകൾ. സായം സന്ധ്യയിൽ ഈശ്വരപൂജ കഴിഞ്ഞാൽ, ശിവപൂജ കഴിഞ്ഞാൽ ശിവമഹിംന മുഴുവൻ ചൊല്ലിക്കഴിഞ്ഞിട്ട് മാത്രമേ വെള്ളം കുടിക്കുകയുള്ളൂ. അങ്ങനെയും സമ്പ്രദായങ്ങളുണ്ട്. ഇപ്പോൾ പുഷ്പദന്തൻ്റെ ജന്മസ്ഥാനത്തിൽ ദക്ഷിണേന്ത്യയാണെന്ന് പൊതുവെ മതമുണ്ട്. എന്നാൽ കഥാസരിത് സാഗരത്തിലെ പുഷ്പദന്തൻ ദക്ഷിണാത്യനല്ല. അപ്പോൾ കാത്യായന രൂപത്തിൽ അവതീർണ രൂപനായ പുഷ്പദന്തൻ വാർത്തികകാര കാത്യായനിൽ നിന്ന് ഭിന്നനാണെന്ന് സംശയമുണ്ടാവാം. എന്നാൽ കഥാസരിത് സാഗരകാരൻ സ്വയം പാണിനീയ സൂത്രക വ്യാഖ്യാകാരൻ പുഷ്പദന്തനാണെന്നും അദ്ദേഹം തന്നെ കാത്യായനനെന്നും മാനിക്കുന്നു. ജന്മസ്ഥാന വിഷയത്തിൽ ലേഖമാത്രം അന്യഥ സ്വീകരിക്കുന്നതാണ് ഉചിതം. എന്ന് പറഞ്ഞാൽ നമുക്ക് തൽക്കാല ആവശ്യത്തിനുള്ളത് സ്വീകരിച്ചു വിടുകയാണ് ഉചിതം. കാരണം അപ്പോൾ കഥകൾ അനേകം ജന്മങ്ങളെ യോജിപ്പിച്ചെഴുതിയതാണ്. അതുകൊണ്ട് അതൊന്നായിരിക്കില്ല. നിങ്ങളുടെ ജീവചരിത്രം എഴുതാൻ പോയാൽ അത് മറ്റൊരാൾ എഴുതുകയാണെങ്കിൽ നിങ്ങളോടുള്ള പ്രിയം ഹേതുവായി മറ്റു പലരുടെയും ജീവിതത്തിൽ കണ്ട മഹത്വങ്ങൾ പ്രിയമുണ്ടാകുമ്പോൾ നിങ്ങളുടെ പേര് ചേർക്കും. വളരെ മഹാന്മാരുടെ ജീവിതം എഴുതുകയാണെങ്കിലും വിയോജനക്കുറിപ്പുകൾ വരുന്ന ഒരു നിമിഷം, നീണ്ട ഒരു കാലഘട്ടത്തിലാണ് ജീവചരിത്രം എഴുതുന്നതെങ്കിൽ അതിനെടുക്കുന്ന കാലത്ത് പ്രിയത്തോടുകൂടി തുടങ്ങി ഇടയ്ക്ക് അപ്രിയത്തിന് കാരണമായ സംഭവങ്ങൾക്ക് അവിടെ നടക്കാത്ത കാര്യങ്ങൾ അന്യരിൽ നടന്നിട്ടുള്ളത് അവിടെ ചേർത്ത് വെക്കുക സ്വാഭാവികമാണ്. അതുകൊണ്ടൊരു ഭക്തൻ നിങ്ങളുടെ ജീവചരിത്രം എഴുതിയാലും, നിങ്ങളോട് ഏറ്റവും ഭക്തിയുള്ള ഒരുവൻ നിങ്ങളുടെ ജീവചരിത്രം എഴുതിയാലും തുടങ്ങുന്നത് വളരെ ഭക്തിയിലാണെങ്കിലും ചില വിയോജിപ്പുകളൊക്കെ എപ്പോഴായാലും ജീവിതത്തിലുണ്ടാവും. കർമ്മമേഖലയാണ്. വിയോജിപ്പുള്ള കാര്യങ്ങൾക്ക് സമർത്ഥനം ചെയ്യുന്നതിന് വേണ്ടി ആ ജീവിത കാലഘട്ടത്തിലെ അന്യരുടെ ജീവിതാംശത്തിൽ നിന്നുകൂടെ ചേർക്കും. ശരിയല്ല? അങ്ങനെ മാത്രമേ മഹാന്മാരുടെ ജീവചരിത്രമൊക്കെ ഉണ്ടായിട്ടുള്ളൂ. ആത്മകഥ എഴുതാനിരുന്നാലും അങ്ങനെ തന്നെയാണ്. സ്വയം എഴുതാൻ പോവുകയാണ്. അങ്ങനെ എഴുതാൻ ഒരുങ്ങിയാൽ എൻ്റെ മഹത്വം മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തണം എന്നെനിക്ക് തോന്നുമ്പോൾ എനിക്ക് പരിചയമുള്ളവരുടെ ചിലരുടെ മഹത്വം ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ ജീവിതത്തിലേതാണെന്ന് ഞാനൊന്ന് ചെറിയ പൊടിക്കൈക്ക് ചേർത്ത് നോക്കും. മനസ്സിലായില്ല? ഇതൊക്കെ ജീവിതത്തിൽ സ്വാഭാവികവും ധാരാളവുമാണ്. മനുഷ്യജീവിതം അങ്ങനെയുള്ളതാണ്. അതിന് തെറ്റൊന്നും പറയാൻ പറ്റില്ല. എൻ്റെ ജീവിതവും നിങ്ങളുടെ ജീവിതവും ഒക്കെ അങ്ങനെയാണ്. നമ്മൾ സമ്മതിക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ വേറെ കാര്യം.
ശരിയായിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല. നിങ്ങളുടെ ദുഃഖകഥകളും നിങ്ങളുടെ വേദനകളും യാതനകളും അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ പോലും നിങ്ങൾ വായിച്ച പുസ്തകത്തിൽ നിന്നൊക്കെയുള്ള യാതനകൾ നിങ്ങളുടേതായി ഏറ്റുവാങ്ങി പിള്ളേരോട് പറഞ്ഞ് അവരുടെ അനുകമ്പ സമ്പാദിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഇഷ്ടം പോലെ സന്ദർഭങ്ങളുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ശരിയല്ല, ശരിയല്ല, ശരിയല്ലെന്നല്ലേ? ശരിയാണ്. നിങ്ങളുടെ അയൽവക്കത്ത് നടന്നിട്ടുള്ള സംഭവങ്ങൾ പലതും കണ്ടിട്ടുള്ള നിങ്ങൾ, പിള്ളേരത് അറിയില്ലെങ്കിൽ നിങ്ങൾ പോയ സ്ഥലങ്ങളിൽ കണ്ടിട്ടുള്ള സംഭവങ്ങൾ പലതും നിങ്ങളുടേതാക്കി ചിത്രീകരിച്ച് അതിൻ്റെ മഹത്വത്തിനുള്ള ഈടുവയ്പ്പുകൾ ഉണ്ടാക്കാൻ ഒരിക്കലെങ്കിലും ശ്രമിച്ചിട്ടുണ്ടാവുമെന്നാണ് എൻ്റെ ധാരണ. ശരിയല്ല. അതൊക്കെ ലോകത്ത് സ്വാഭാവികമാണ്, മനുഷ്യരൊക്കെ ചെയ്യും. അതുകൊണ്ട് ഭാരതീയ പൗരാണികർ ജീവചരിത്രങ്ങൾക്കും ആത്മകഥകൾക്കും പ്രാധാന്യം കൊടുത്തിട്ടില്ല. നമുക്കിത് ആവശ്യമായി വരുന്നത് നമ്മുടെ പാരമ്പര്യത്തോട് ചേർത്ത് വെച്ച് പഠിക്കേണ്ടി വരുമ്പോൾ മാത്രമാണ്. അതിനാണ് ഇതെല്ലാം പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് കഥകൾ വിലക്ഷണങ്ങളാകുന്നത് ഇങ്ങനെയാണ്. ജന്മസ്ഥാനത്തെ ആസ്പദമാക്കി കാത്യായന ഭേദം സ്വീകരിക്കേണ്ടതില്ല. അത് നമുക്ക് പ്രയോജനം ചെയ്യില്ല. അതുകൊണ്ട് പ്രസിദ്ധ വ്യാകരണ വാർത്തികകാരൻ മഹർഷി കാത്യായനൻ തന്നെ മഹിംന സ്തോത്ര രചയിതാവാണ് എന്ന് നിശ്ചയിക്കുന്നതാണ് ഉചിതവും പഠിക്കാൻ എളുപ്പവും. കാത്യായന ശാഖയുടെ ദക്ഷിണത്തിലുള്ള വ്യാപ്തിയും പ്രചാരവും തന്നെ അദ്ദേഹം ദക്ഷിണാത്യനാണെന്നുള്ളതിലേക്ക് പ്രമാണമാണ്. കാത്യായന ശാഖ ദക്ഷിണത്തിലാണ് പ്രസിദ്ധി നേടിയിട്ടുള്ളത്, അത് ഉത്തരേന്ത്യയിലല്ല. എന്നിരുന്നാലും സ്കന്ദപുരാണ പ്രകാരം യാജ്ഞവൽക്യന്റെ ആശ്രമം ഗുജറാത്തിലാണ്. ഇന്നും പ്രസിദ്ധിയുള്ള യാജ്ഞവൽക്യ ആശ്രമം ഗുജറാത്തിലാണ് കിടക്കുന്നത്. ഇതിഹാസകാരന്മാർ ഇക്കാര്യത്തിൽ പറയുന്നത്, യാജ്ഞവൽക്യൻ രാജാജനകന്റെ അടുത്ത് മിഥിലയിലേക്ക് പോയപ്പോൾ പുത്രൻ കാത്യായനൻ ദക്ഷിണാത്യത്തിലേക്ക് പോയി എന്നാണ്. എന്നാൽ ഇന്നും മഹാരാഷ്ട്രത്തിൽ യാജ്ഞവൽക്യ പ്രവർത്തിതമായ മാധ്യന്തിന ശാഖ പ്രചുര പ്രചാരത്തിലാണ്. മാധ്യന്തിന ശാഖ, കാണ്വ ശാഖ എന്ന് രണ്ട് ശാഖകളുണ്ട്. ഇതിൽ മാധ്യന്തിന ശാഖ യാജ്ഞവൽക്യ പ്രവർത്തിതമാണ്. അത് മഹാരാഷ്ട്രയിൽ, ദക്ഷിണേന്ത്യയിൽ വളരെ പ്രസിദ്ധമാണ്. യാജ്ഞവൽക്യനെ അതുകൊണ്ടും ദക്ഷിണാത്യൻ എന്ന് കരുതുന്നവരുണ്ട്. ഗുജറാത്ത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ക്ഷേത്രവും പ്രചാരക്ഷേത്രവും അവിടെ ആശ്രമവും ഉണ്ടാക്കിയിരിക്കണം. അപ്പോൾ കാത്യായന ഗണാന്തർഗത വാർത്തികകാരൻ കാത്യായനന് മഹാഭാഷ്യകാരോക്തമായ ദക്ഷിണാത്യത്വം ഉപപന്നമാണ്. കഥാസരിത് സാഗരത്തിൻ്റെ അവതച്ച ചന്ദ്രമൗലി കൗശാംബീത്യസ്തി യാ മഹാനഗരി തസ്യാം സ പുഷ്പദന്തോ വരരുചി നാമ പ്രിയേ ജാത. ഇത്രമാത്രം കാര്യത്തിൽ വിചാരം വേണ്ടെന്ന് വെച്ചാൽ ബാക്കി നമ്മൾ പറഞ്ഞതൊക്കെ ശരി. പുഷ്പദന്തനും വരരുചി കാത്യായനും ഒരാൾ തന്നെ. ഇനി കാലം. 12-ാം നൂറ്റാണ്ടിലെ ശിലാലിഖിതത്തിൽ മഹിംന കിട്ടിയിട്ടുണ്ടെന്ന് ആധുനിക ഗവേഷണങ്ങൾ പറയുന്നു. അന്ന് അത്രയ്ക്ക് പ്രചാരത്തിലെത്തിയിട്ടുണ്ടെന്നർത്ഥം. അന്നാണ് എഴുതിയതെന്നല്ല അർത്ഥം. അന്ന് തന്നെ ഇത്രയും പ്രചാരം കിട്ടിയിട്ടുണ്ട്. വിഷയത്തിൻ്റെ കാര്യത്തിൽ മഹിംന ഗംഭീരമാണ്. വിഷയവും നോക്കണം. മഹിംനയിലെ വിഷയം ആദ്യത്തെ 9 ശ്ലോകങ്ങളിൽ നിരാകാരവും സാകാരവും തഥാ ശാശ്വതവും അർവാചീനവുമായ സ്വരൂപത്തെ ആസ്പദമാക്കി വിശദമായ വർണ്ണനമാണ്. അതിനുശേഷം ഭക്തിപ്രവർത്തനാർത്ഥം 15 ശ്ലോകങ്ങൾ മഹിംനയിലുണ്ട്. തവൈശ്വര്യം യത്നാത് മുതൽ ശ്മശാനേശ്വ ക്രീഡ വരെ ശ്ലോകങ്ങൾ ഈ പട്ടികയിൽപ്പെടും. പുസ്തകം കയ്യിലുണ്ടെങ്കിൽ അടയാളപ്പെടുത്താം. മഹിംനയുണ്ടോ? ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കാം. ആദ്യത്തെ 9 ശ്ലോകങ്ങൾ
നിരാകാര ഭക്തി, സാകാര ഭക്തി, ശാശ്വത ഭഗവത് സ്വരൂപം, അർവാചീന സ്വരൂപം, ഇവയെ ആസ്പദമാക്കിയുള്ള സുവിശദമായ വർണ്ണനമാണ് ആദ്യത്തെ 9 എണ്ണം. അതിനുശേഷം 15 ശ്ലോകങ്ങൾ ഭക്തി പ്രകർഷേണ വർദ്ധിക്കുവാൻ പാകത്തിനുള്ള ഭക്തി പ്രവർത്തനാർത്ഥ വർണ്ണനകളാണ്. അവസാനത്തെ 6 ശ്ലോകങ്ങൾ സാധനാഭക്തി ഗമ്യ പരമപദത്തിൻ്റെ സസാധനാവർണ്ണനമാണ്, ഗംഭീരവുമാണ്. ഭഗവത് വർണ്ണനാരൂപി സ്തുതി ഭക്തി ഏവം തത്വജ്ഞാനം ഏതൊക്കെയായി നോക്കുക. ഭഗവത് വർണ്ണനാരൂപമായ സ്തുതി, 2 ഭക്തി, 3 തത്വജ്ഞാനം. ഇവയുടെ ത്രിവേണി സംഗമമാണ് ശിവമഹിമ. ശ്രദ്ധാപൂർവം പഠിച്ചാൽ ഒരെണ്ണം മതി. നമ്മളിങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ പഠിക്കുന്നുണ്ട്, എങ്ങൊന്നും എത്താറുമില്ല. അവരൊക്കെ ഇതുപോലെ ഒരെണ്ണം ഉള്ളിൽ നിന്ന് വന്നത് എഴുതി മുക്തരായി പോവുകയും ചെയ്തു. ശ്രദ്ധാപൂർവം പഠിച്ചാൽ 1 ഭക്തി, 2 ഭഗവത് വർണ്ണനാരൂപി സ്തുതി, 3 തത്വജ്ഞാനം. ഭഗവത് സ്വരൂപ വർണ്ണനം, ഭക്തി, തത്വജ്ഞാനം, ഇവയുടെ സംഗമഭൂവാണ് ഈ ശിവമഹിമ. ജ്ഞാനത്തിനും ഭക്തിക്കും സ്വരൂപവർണ്ണനത്തിനും വളരെ പ്രാധാന്യം കൊടുത്തതാണ്. ആദ്യത്തെ 9 അവസാനത്തെ 6 ശ്ലോകങ്ങൾ മുമ്പോട്ട് കയറിയിരുന്നു, സ്വല്പം കയറിയിരുന്നു. ചാരണ്ട, അതിൽ സാധനം നിങ്ങളുടെ ഷർട്ടേ പറ്റും. ആശ്രമത്തിൽ നിന്ന് അതൊന്നും പറ്റിച്ചുകൊണ്ട് പോകണ്ട, ഈ മാറിയിരുന്നാൽ മതി. ആദ്യത്തെ 9 അവസാനത്തെ 6 ശ്ലോകങ്ങൾ തത്വപ്രതിപാദന പ്രധാനമാണ്. നടുക്കുള്ള 15 ശ്ലോകങ്ങൾ കഥാകഥന മുഖം കൊണ്ട് ഭാവോദ്ഭാവന പ്രധാനമാണ്. ആരെങ്കിലും തങ്ങളുടെ കുട്ടികൾ കവികളോ അബോധ പ്രബോധനമുള്ളവരോ, മിത്ത്, ജീവിതത്തിൽ അന്യനെ സന്തോഷിപ്പിക്കാൻ കഴിയണമെങ്കിൽ കാണുന്നത് പഠിച്ചാൽ പോരാ. ഈ ലോകത്ത് കാണുന്ന മാവും പ്ലാവും ഒക്കെ പഠിക്കുന്നവരുണ്ട്, ഈ ലോകത്ത് കാണുന്ന മനുഷ്യനെയൊക്കെ നോക്കിക്കാണുന്നവരുണ്ട്. ചിലരതൊന്നും നോക്കിയാൽ അതല്ല കാണുക. ഒരാളെ കണ്ടു കഴിയുമ്പോൾ ആ കാണുന്ന വ്യക്തിയെ കാണുന്നതിന് പകരം അയാളിലൂടെ അനേക ജന്മങ്ങളുടെ സ്മരണ ഉണർത്തുന്ന വ്യക്തികളുണ്ട്. അനേക ജന്മങ്ങളിലെ പരിചയവും അനേക ജന്മങ്ങളിലൂടെ ഇയാൾ പോയ വഴികളും എല്ലാം ഒറ്റയടിക്ക് തോന്നുന്ന ആളുകളുണ്ട്. അവരോട് സംസാരിച്ചിരിക്കാൻ തുടങ്ങിയാൽ പൂർവജന്മങ്ങളുടെ സ്മൃതികളിലേക്ക് അവർ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകും. അവിടെ ഉറങ്ങിക്കിടക്കുന്നതും തീരാത്തതുമായ ജന്മപാപങ്ങളെ അവർ കാട്ടിത്തരും. അവയ്ക്കുള്ള പരിഹാരങ്ങൾ അതിനിസ്സാരവും അത്യന്ത ലളിതവുമായി അവർ നമുക്ക് ബോധ്യപ്പെടുത്തും. ഇതിന് അബോധ പ്രബോധനമെന്നാണ് പേര്. മിത്ത്, അതായത് നിങ്ങളുടെ ജാഗ്രത അനുഭവങ്ങൾക്കും അറിവുകൾക്കും ഒരിക്കലും സത്യമാണെന്ന് തോന്നാത്തവയെ, ഒരു യുക്തികൾ കൊണ്ടും സമർത്ഥിക്കാൻ കഴിയാത്തതും തർക്കങ്ങളറ്റതും
ചെറിയൊരു ക്രിയാവിശേഷം കൊണ്ട് അത്തരം ഏടാകൂടങ്ങളിൽ നിന്ന് പെട്ടെന്ന് മുക്തമാക്കുന്നത്. അവരെ കവികളെന്നാണ് വിളിക്കുക. ഇപ്പോൾ ഉള്ളവരല്ല. ക്രാന്തദർശികളായ അവർ മനുഷ്യ മനസ്സിൻ്റെ ഉല്ലേഖങ്ങളെ കണ്ടെത്തുന്നവരാണ്. അതിന് മിത്തിക്കൽ എക്സ്പ്രഷൻ എന്നാണ് പറയുക. അബോധ പ്രബോധനം എന്ന് മലയാളത്തിൽ പറയാമെന്ന് തോന്നുന്നു. നമ്മുടെ അബോധത്തെ ബോധിപ്പിക്കുക. നിലവിലുള്ള ജാഗ്രതത്തിനെ ബോധിപ്പിച്ചിട്ട് കാര്യമില്ല. ജാഗ്രത ഒന്നിനും പരിഹാരമല്ല, ഉണ്ടായി മറയുന്നതാണ്. ജാഗ്രത ആനന്ദമല്ല. ജാഗ്രത സദാ ദുഃഖപൂർണമാണ്. അങ്ങനെയുള്ള നിഷ്ണാതന്മാരായ കവികളെ സൃഷ്ടിക്കുവാൻ ഈ സ്തോത്രം വളരെ ഉത്തമമാണ്. ഇപ്പോൾ നിങ്ങളുടെ കുട്ടികൾ നല്ല കവികളായി വളരണമെങ്കിൽ ഇത് രാവിലെ പഠിപ്പിക്കുകയും ചൊല്ലിക്കുകയും ചെയ്താൽ പ്രയോജനമുണ്ട്. കാരണം ഇത് അബോധം ഉണർത്തുന്നതാണ് ഇതിലെ ശബ്ദം. ഇതിൻ്റെ ശാബ്ദിക പ്രപഞ്ചം പോലും ആനന്ദപ്രദമാണ്. കഴിഞ്ഞ സ്തോത്രം എടുത്തപ്പോഴും ഞാനിത് സൂചിപ്പിച്ചിരുന്നുവെന്നാണ് എൻ്റെ ഒരു ചെറിയ ഓർമ്മ. അത് ചൊല്ലിക്കഴിഞ്ഞാൽ അബോധമുണരും. ബോധം കൊണ്ട് വലിയ കാര്യമില്ല. അബോധമുണർന്നവർ ഭാഗ്യവാന്മാരാണ്. അവർക്ക് പലതിനെയും നിയന്ത്രിക്കാൻ കഴിയും. പ്രകൃതിയുടെ താളം ഗ്രഹിക്കാൻ കഴിയും. അതുകൊണ്ട് പലപ്പോഴും ലോകത്ത് ജീവിക്കുമ്പോൾ ജാഗ്രത ശരിപ്പെടുത്താനുള്ള തന്ത്രങ്ങളാണ് എല്ലാവരുടെയും കയ്യിലുള്ളത്. അതുകൊണ്ടാണ് വഴക്കുകളും വക്കാണങ്ങളും ഉണ്ടാകുന്നത്. അബോധം ശരിപ്പെടുത്താനുള്ള തന്ത്രം പഠിക്കണമെങ്കിൽ ഒരു കാവ്യഭാവന ഉണ്ടാകും. അതൊരു ഭാവനാ പ്രസിദ്ധ ലോകമാണ്. അത് യോഗയുക്തന് മാത്രമേ കിട്ടൂ, അല്ലാത്തവന് ലഭിക്കില്ല. അതുകൊണ്ട് വളരെ പ്രസിദ്ധമാം വിധം കഥാകഥനം കൊണ്ട് ഭാവോദ്ഭാവന പ്രധാനമാണ്. 31-ാമത്തെ ശ്ലോകത്തിൽ വാക്യപുഷ്പോപഹാരമാണ് പുഷ്പദന്തൻ സമർപ്പിക്കുന്നത്. ശ്ലോകം കണ്ടോ? അവിടെയാണ് പുഷ്പദന്തൻ വാക്യപുഷ്പോപഹാരം ഭഗവാന് സമർപ്പിക്കുന്നത്. 32-ാമത്തെ ശ്ലോകത്തിൽ നിരഭിമാന പ്രദർശനവും കാണാം. അതിലൂടെ 1-ാമത്തെ ശ്ലോകത്തിൻ്റെ സ്പഷ്ടീകരണവും ഉപസംഹാരവുമായി. 32 ശ്ലോകമേ ഉള്ളൂ എന്ന് തോന്നുന്നു. ശരിയാണോ? അല്ല, ആ വിഷയം തീരാനുള്ളത്. അവിടെ കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ വർണ്ണനകളാണ്. ആ 32-ാമത്തെ ശ്ലോകത്തിലാണ് വാക്യപുഷ്പോപഹാരം കഴിഞ്ഞ് അതിൻ്റെ സമർപ്പണം വരുന്നത്. 32 അല്ലേ അത്? നോക്കിയേ. സിതഗിരി സമം സ്യത് കജ്ജലം സിന്ധുപാത്രേ സുരതരു വരശാഖ ലേഖനീ പത്രമുർവി ലിഖതി യതി ഗൃഹീത്വാ ശാരദാ സർവകാലം തദപി തവ ഗുണാനാം ഈശപാരം നയാതി എന്ന് വളരെ സ്പഷ്ടമായി പറഞ്ഞിരിക്കുകയാണ്. തൻ്റെ അഭിമാനമൊക്കെ താത്തുവെച്ച്. ഇനി അടുത്ത 42 ഒന്ന് നോക്കിയേ. അതതിൻ്റെ കുറച്ചുകൂടെ സ്പഷ്ടീകരണമാണ്. അവിടെ അത് തീർക്കുകയാണ്. അനേകം വ്യാഖ്യാനങ്ങൾ സംസ്കൃതത്തിലും ഹിന്ദിയിലും പ്രസിദ്ധമായുണ്ട്. ഏറ്റവും ഉത്തമമായ ശിവമഹിമയുടെ വ്യാഖ്യാനം മധുസൂദന സരസ്വതിയുടെയാണ്. മധുസൂദന സരസ്വതി ഹരിഹരപക്ഷ വ്യാഖ്യാനമാണ് നൽകിയിരിക്കുന്നത്.
അത് വളരെ പ്രസിദ്ധിയുള്ള വ്യാഖ്യാനമാണ്, ഹരിഹരപക്ഷീയ വ്യാഖ്യാനം. ഹരിഹരപക്ഷീയ വ്യാഖ്യാനമെന്ന് പറഞ്ഞാൽ ശിവമഹിംന എന്ന പേര് വിഷ്ണുമഹിംന എന്നും പറയാം. അതിലെല്ലാ പദവും വിഷ്ണുവിൻ്റെ പര്യായമാണ്. അത് വെച്ചുകൊണ്ട് ഹരിപക്ഷീയ വ്യാഖ്യാനം മധുസൂദന സരസ്വതി രചിച്ചിട്ടുണ്ട്. ഹരപക്ഷീയ വ്യാഖ്യാനവും മധുസൂദന സരസ്വതി രചിച്ചിട്ടുണ്ട്. ഭക്തിയിൽ മധുസൂദന സരസ്വതിക്ക് സമാനനായ ഒരാൾ ഇനിയും ജനിച്ചിട്ടില്ല. നവരസങ്ങളും അതിൻ്റെ വിഭാവങ്ങളും അതിൻ്റെ ആലംബനങ്ങളുമാണ് ഭാരതീയർ ലോകത്തിന് ചെയ്ത ഏറ്റവും വലിയ സംഭാവന. അതിനപ്പുറം ഒരു രസം കണ്ടുപിടിക്കുവാൻ ലോകത്തെ മുഴുവൻ പണ്ഡിതന്മാരും ഇരുന്ന് ഇനിയും ശ്രമിച്ചാലും സാധ്യവുമല്ല. അത്ര കണ്ട് ആലംബന വിഭാവാദികളോടുകൂടി കൃത്യമായി ഭാരതീയർ തന്നിട്ടുള്ളതാണ് 9 രസങ്ങൾ. എന്നാൽ മധുസൂദന സരസ്വതി ഭക്തിയെയും രസനിഷ്പത്തിയിലേക്ക് കൊണ്ടുവരികയും ഭക്തി രസം ഒരു രസമായി സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനെ തുടർന്നായിരിക്കണം ഉത്തരേന്ത്യയിലും ദക്ഷിണേന്ത്യയിലും വളരെ ഭക്ത കവികൾ തന്നെ രംഗപ്രവേശം ചെയ്തത് 17-ാം നൂറ്റാണ്ടിൽ. 14, 15, 16 നൂറ്റാണ്ടുകളിലാണ് മധുസൂദന സരസ്വതിയുടെ രംഗപ്രവേശവും വളർച്ചയും എന്ന് പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട്. അപ്പോഴാണ് ഭാരതം അതിൻ്റെ ഗർവിൽ ഇസ്ലാമിക ശക്തികളുടെ തേർവാഴ്ചയ്ക്കെതിരെ ശക്തമായി പ്രതികരിക്കുന്നതും ആധ്യാത്മിക രംഗത്ത് നവോത്ഥാനമുണ്ടാകുന്നതും അതിനനുസരിച്ച് അഖാഡകൾ സ്ഥാപിതമാകുന്നതും. അതിൻ്റെ സ്ഥാപകൻ മധുസൂദന സരസ്വതിയാണ്. ആ മധുസൂദന സരസ്വതി ശിവമഹിംനയ്ക്ക് വ്യാഖ്യാനം രചിച്ചിട്ടുണ്ട്. ഭക്തിരസായനവും മധുസൂദന സരസ്വതിയുടെ കൃതിയാണ്. ഒരുപക്ഷെ എഴുത്തച്ഛനും കമ്പർക്കും കബീറിനും തുക്കാറാമിനും രാമദാസിനും തുളസിദാസനുമൊക്കെ അവരുടെ പുതിയ പ്രസ്ഥാനത്തിന് വഴിയായിത്തീർന്നത് മധുസൂദന സരസ്വതിയാണ്. അതിലെ ഏറ്റവും ഉത്തമമായ വ്യാഖ്യാനം മധുസൂദന സരസ്വതിയുടെയാണ്. അദ്ദേഹം പറയുന്നത് പൂർവാചാര്യന്മാരുടെ വ്യാഖ്യാന സംഗ്രഹമാണ് താൻ നടത്തുന്നതെന്നാണ്. അതും നമ്മുടെ ഈ പഠനത്തിൽ അല്പം വെളിച്ചം വീശിയിട്ടുണ്ട്.